വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും വേണം ഭരണം. ഇതാണ് ഇപ്പോഴത്തെ മുസ്ലിം ലീഗിൻ്റെ മുദ്രാവാക്യം. മുസ്ലിം ലീഗിൻ്റെ മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ മുദ്രാവാക്യവും അതുതന്നെയാണ്. നമുക്കും ഭരണം വേണം. അതിന് എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ്. സംഘപരിവാറിനോടൊപ്പം നിൽക്കാനും തയ്യാറാണ്. സംഘപരിവാറിൻ്റെ അജണ്ടകൾ കേരളത്തിൽ നടപ്പാക്കാനും തയ്യാറാണ്. അതാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നമ്മോട് വിളിച്ചു പറഞ്ഞത്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം പറയാം. അതിൽ ഏറ്റവും പ്രധാനം വി ഡി സതീശൻ്റെ പേര് വായിക്കൽ തന്നെയാണ്. വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തിന് അദ്ദേഹം അങ്ങനെ ഉപയോഗിച്ചു എന്നത് വലിയ ചോദ്യമായി അവശേഷിക്കുന്നുണ്ട്. നേരത്തെ ഒന്നും അദ്ദേഹം അങ്ങനെ ഉപയോഗിച്ചിരുന്നില്ല. നിയമസഭയിൽ MLA ആയി നിരവധി തവണ 4 തവണ സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. അപ്പോഴൊക്കെ വി ഡി സതീശൻ എന്ന് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അദ്ദേഹം ഉപയോഗിച്ച വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന പേര് ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു. എന്തുകൊണ്ട് അങ്ങനെ ഉപയോഗിച്ചു എന്ന് വിശദീകരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല വി ഡി സതീശൻ എന്നത്. മറ്റൊന്ന് മുസ്ലിം ലീഗിൻ്റെ സ്ഥിതിയാണ്. മുസ്ലിം ലീഗ് തൊപ്പി ഉപേക്ഷിക്കുന്നു, അള്ളാഹുവിനെയും ഉപേക്ഷിക്കുന്നു. നേരത്തെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഘട്ടത്തിലെല്ലാം എന്ന് വെച്ചാൽ UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ മുസ്ലിം ലീഗ് MLA മാർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഘട്ടത്തിലെല്ലാം സത്യപ്രതിജ്ഞ ചെയ്തിരുന്നത് അള്ളാഹുവിൻ്റെ നാമത്തിലാണ്, അള്ളാഹുവിൻ്റെ നാമത്തിൽ. എന്നാൽ ഇന്നിതാ അത് മാറ്റിയിരിക്കുന്നു, ദൈവത്തിൻ്റെ നാമത്തിലായിരിക്കുന്നു. എന്തുകൊണ്ട് മാറ്റി എന്ന ചർച്ച മുസ്ലിം സമുദായത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ വിമർശനങ്ങൾ മുസ്ലിം ലീഗിനെതിരെ ഉയർന്നു വരുന്നു, മന്ത്രിമാർക്കെതിരെ ഉയർന്നു വരുന്നു. അതോടൊപ്പം തന്നെയാണ് തൊപ്പി ഉപേക്ഷിച്ചത്. കഴിഞ്ഞ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എല്ലാ മന്ത്രിമാരും തൊപ്പി തലയിൽ വെച്ചാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്തിയത്. എന്നാൽ ഇത്തവണ തൊപ്പിയും ഉപേക്ഷിച്ചു. എന്തിന് അള്ളാഹുവിനെയും തൊപ്പിയെയും ഉപേക്ഷിച്ചു എന്ന ചോദ്യമാണ് ഉയർന്നത്. ഇതിനെല്ലാം ഉപരി ഏറ്റവും പ്രധാനം വന്ദേ മാതരത്തിൻ്റെ മുഴുവൻ വരികളും ആലപിച്ചതാണ്. സാധാരണ 2 വരിയാണ് ആലപിക്കാറുള്ളത്. അതാണ് അംഗീകരിക്കപ്പെട്ടതും. എന്നാൽ ശേഷിക്കുന്ന ഭാഗം BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വന്ദേ മാതരത്തിൻ്റെ 150ാം വാർഷികത്തോടനുബന്ധിച്ച് എല്ലാ ചടങ്ങുകളിലും പാടണം എന്ന് നിർദ്ദേശിച്ച് സർക്കുലർ ഇറക്കിയിരുന്നു. എന്നാൽ അത് മാൻഡേറ്ററി അല്ല, അത് അഡ്വൈസറി ആണ് എന്ന് 2026 സുപ്രീം കോടതി കൃത്യമായും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അഡ്വൈസറിയായ വന്ദേ മാതരം ചൊല്ലുക എന്നത് എന്തിന് മുഴുവൻ ചടങ്ങിൽ പാടി എന്ന ചോദ്യമാണ് ഉയർന്നത്. അപ്പോൾ പറയുന്നത് ഗവർണറാണ്, ഗവർണർ നിശ്ചയിച്ചതാണ്, ഗവർണർ പരിപാടിയാണ്, ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ്. പക്ഷേ ഗവർണർ നിർദ്ദേശങ്ങൾ പലതും മാറ്റിയിട്ടുണ്ട്. ഗവർണറുടെ നിർദ്ദേശമാണ് സ്റ്റേജിൽ മന്ത്രിമാരും ഗവർണറും മാത്രം മതിയെന്ന്. പക്ഷേ അവിടെ VIP-കൾ, പ്രധാനപ്പെട്ട വ്യക്തികൾ സ്റ്റേജിൽ ഇരിപ്പിടം നൽകി. അത് ഗവർണർ പറഞ്ഞ നിർദ്ദേശത്തിന് വിരുദ്ധമാണ്. കേരളത്തിലെ ചീഫ് സെക്രട്ടറി നിയുക്ത മുഖ്യമന്ത്രിയുടെയും UDF-ന്റെയും നിലപാട് ഗവർണറെ അറിയിക്കുകയും ഗവർണർ അത് അംഗീകരിക്കുകയും ചെയ്തിരുന്നു. അതിനേക്കാളും വലുതല്ലേ വന്ദേ മാതരം മുഴുവൻ പാടുക എന്നത്? അതിലൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം സംഘപരിവാറിൻ്റെ രാഷ്ട്രീയമാണ്. അത് തിരിച്ചറിയാൻ, അതിനെ ചെറുക്കാൻ കഴിഞ്ഞില്ല UDF-ന്, മുസ്ലിം ലീഗിന്, ജമാഅത്തെ ഇസ്ലാമിക്ക്. ഇതാണ് പ്രശ്നം. അവിടെയാണ് ചോദ്യം വരുന്നത്. സംഘപരിവാറിൻ്റെ വേതാളന്മാരായി മുസ്ലിം ലീഗും കോൺഗ്രസും UDF-ഉം മാറിയിരിക്കുന്നു എന്ന ആരോപണം ഉയർന്നു വരുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഒരക്ഷരം ഇതുവരെ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല വന്ദേ മാതരം പാടിയതിനെ കുറിച്ച്. ഒരാളും ചോദിക്കുന്നില്ല മുഖ്യമന്ത്രിയോട്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ആദ്യ ക്യാബിനറ്റിന് ശേഷം ഉണ്ടായിരുന്നു. ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചിരുന്നു. അതിൽ നിന്ന് പെട്ടെന്ന് മാറി മറ്റൊരു ചോദ്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുഖ്യമന്ത്രി രക്ഷപ്പെടുന്നതും നാം കണ്ടതാണ്. എന്നാൽ പിന്നീട് ആ ചോദിച്ച മാധ്യമപ്രവർത്തകൻ വീണ്ടും ചോദിക്കാൻ തയ്യാറായില്ല. അതല്ലെങ്കിൽ മറ്റു മാധ്യമപ്രവർത്തകൻ ചോദിക്കാൻ തയ്യാറായില്ല. ഇത്രയും പ്രധാനപ്പെട്ട ഒരു സംഭവം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നടന്നിട്ട് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ വി ഡി സതീശനോട് ഒരു വാക്ക് ചോദിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇന്നത്തെ ഒരു പത്രത്തിലും അത് സംബന്ധിച്ച് ഒരു വാർത്ത പോലുമില്ല, ഒരു ചാനലിലും അന്തിച്ചർച്ച പോലുമില്ല എന്നോർക്കണം. എത്രമാത്രം പ്രിവിലേജാണ് UDF-ന്, കോൺഗ്രസിന്, മുഖ്യമന്ത്രിക്ക് ഒക്കെ നമ്മുടെ മാധ്യമങ്ങൾ നൽകുന്നത് എന്നോർക്കണം. അതൊക്കെ പോകട്ടെ, അത് അവരുടെ താല്പര്യമാണ് എന്ന് പറയാം. എന്നാൽ മുസ്ലിം ലീഗ് എങ്ങനെ ഇതിന് വഴങ്ങി? എന്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഇക്കാര്യത്തിൽ ഒരക്ഷരം മിണ്ടുന്നില്ല? അതുമാത്രമല്ല, അവിടെ സത്യപ്രതിജ്ഞയ്ക്ക് പങ്കെടുത്ത
പതിനായിരക്കണക്കിന് ആളുകളുണ്ട്. അവരിൽ മഹാഭൂരിഭാഗവും മുസ്ലിം ലീഗ് പ്രവർത്തകരാണ്. വന്ദേ മാതരത്തിൻ്റെ മുഴുവൻ ഈരടികളും പാടുമ്പോൾ അവരൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നു എന്നുകൂടി നാം ഓർക്കണം. അത്രമാത്രം സംഘപരിവാറിനെതിരെ ഒരു വിരൽ പോലും അനക്കാൻ കഴിയാതെ നിഷ്ക്രിയമായി നിൽക്കുന്ന ഒരു ഭരണകൂടത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ മാത്രമല്ല, ഇനിയുമുണ്ട്. അടുത്ത വീഡിയോ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം.